പിന്നെ കാണിക്കുന്ന നമ്മുടെ സാരി ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, പ്രിൻസസ് കട്ട്. ആ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൽ പഫ് സ്ലീവ് വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓൾറെഡി ബ്ലൗസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ട് സ്ലീവ് മാത്രം ഇനി ഫിറ്റ് ചെയ്യണം. അതുവരേക്കും ഞാൻ വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണേൽ ഒന്ന് കമൻറ്റ് ഇടുക, നമുക്ക് അപ്ലോഡ് ചെയ്യാം. കാരണം വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അപ്ലോഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ചെറിയൊരു പഫ് സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ രണ്ടായിട്ടൊന്ന് നേരെ പകുതിയായിട്ട് അങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയപ്പോൾ 15 വരുന്നത്. ഇനി അതിന് നേരെ ജസ്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് കാണും മനസ്സിലാകുന്നുണ്ടോ, അതേപോലെ നോക്കുക. കണ്ടില്ല, ഇതിന് നേരെ പകുതി ഇതേപോലെ ആയിട്ട് മടക്കുന്നുണ്ട്. കാരണം ഇത് 2 സ്ലീവിനുള്ളതാണ്. 2 സ്ലീവിൻ്റെ ലെങ്തി വൈസിൽ ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ മടക്കി വയ്ക്കുക. ഈ ഒരു സംഭവം നമ്മൾ കട്ട് ചെയ്യും, കാരണം 2 സ്ലീവിന് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്യുക. ഇതിൻ്റെ വീതി ഞാൻ നേരത്തെ കാണിച്ചു 15. ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് കാണിക്കാം. സ്ലീവിൻ്റെ ഈ ഒരു ലെങ്ത്ത് എത്രയാണ് വരുന്നത് കാണിക്കുക. ഇതിപ്പോൾ 2 പീസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു വീതി 15 വരുന്നത്. അത് നിങ്ങൾക്ക് 18 എടുക്കണമെങ്കിൽ 18 എടുക്കാം. അത്രയും ക്ലോത്ത് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ ഒരുപാട് നല്ലതായിട്ട് ഇത് വരും, പഫ് വരും. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ ഒരു സംഭവം 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 6 ഇഞ്ച് ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് താഴത്ത് ഇത് നമ്മുടെ ആ ഒരു ആം ഹോൾ ആ വരുന്ന ഭാഗമുണ്ടല്ലോ, 3 ഇഞ്ചിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത്, പിന്നെ ഇവിടുന്ന് ഒരു 10 ഇഞ്ചിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ഡോട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയുക, നമ്മുടെ ആം ഹോളിൽ കറക്റ്റായിട്ട് കിട്ടുന്ന പോലെ ഒരു ഇതിൽ എങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ആം ഹോൾ വെച്ചും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിങ്ങനെ ഫ്രില്ല് വരും, ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വരും. ബാക്കി ആ ഹോളിൻ്റെ ഈ അകത്തേക്ക് പോകുന്ന പോലെയും വരും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെറിയൊരു പഫാണ് വരുന്നത്. നിങ്ങൾക്ക് വലിയ പഫ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവം 15 എന്നുള്ളത് 18, 19, 20 ഒക്കെ ആക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഈ ഒരു പഫ് കൂടുതൽ കിട്ടും. ഈ എന്താ പറയുക, പഫ് എന്ന ഫ്രില്ല് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഇനിയും ബോർഡർ വരണം. ഇത് പഫ് വന്നു, ഇനി ഇതിന് താഴത്ത് ബോർഡർ വരണം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഇവിടെ ടിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ടിക്ക് കൊടുക്കുന്നുണ്ട്. ഈ പഫ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വൈറ്റ് കളറിലുള്ള ക്ലോത്ത് ഫ്രില്ലിന് വേണ്ടിയിട്ടും അത് കഴിഞ്ഞിട്ട് ബോർഡർ വരാൻ ഈ താഴത്ത് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാരിയുടെ ഇത്രയും വീതിയായിട്ട് വരുന്ന ബോർഡറാണ് എടുക്കുന്നത്. അത്രയും വീതി നമുക്ക് വേണ്ട. ഇനി വീതിയായിട്ട് കൊടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇത്രയും വീതി കൊടുക്കണേലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് ഇത്രയും എടുക്കുന്നില്ല. ഇതിൽ ഞാൻ ഒരു 6 ഇഞ്ച് അങ്ങനെ എടുക്കുന്നുള്ളൂ. മൊത്തത്തിൽ എത്ര വരെ വേണം നിങ്ങൾക്ക്, മുട്ട് വരെയാണെങ്കിൽ പപ്പാതി എടുത്താൽ മതി. ഈ വൈറ്റ് പകുതി ഇതും പകുതി അങ്ങനെ എടുക്കാം. ഈ 12 ഇഞ്ചാണ് 6, 6, 12. പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് എപ്പോഴും എക്സ്ട്രാ കൊടുക്കുക. നിങ്ങൾ എന്ത് കട്ട് ചെയ്താലും ഓക്കെ, തയ്യൽ തുമ്പ് എക്സ്ട്രാ. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്, അപ്പോൾ ഇത്രയും എടുത്തു, ഇനി ബാക്കി നമുക്ക് തയ്യൽ തുമ്പിന് വേണമെന്നൊക്കെ ഉള്ളൊരു കാൽക്കുലേഷനിൽ വേണം എപ്പോഴും കട്ട് ചെയ്യുക. അത് ഞാൻ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് കട്ട് ചെയ്യുക. അല്ലാതെ അത് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊളാക്കി വെക്കരുത്. എന്ത് സാധനം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇരിക്കണം എക്സ്ട്രാ തയ്യൽ തുമ്പ് വേണമെന്നുള്ളത്. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് എടുക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ലെങ്ത്ത് എത്രയാണ് എടുത്തതെന്നുള്ളത് കാണിക്കാം. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് ആ ഒരു ലെങ്ത്ത് എടുത്താൽ മതി. ഓക്കെ, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ കട്ട് ചെയ്യും, കാരണം അത്രയും വീതി മതി. ഒരുപാട് ഇറക്കം വന്നിട്ടുള്ള സ്ലീവ് വേണ്ട എന്നുള്ളതുകൊണ്ട് അങ്ങനെ എടുത്താണ്. നിങ്ങൾക്ക് ഇറക്കം വരണമെങ്കിൽ അങ്ങനെ ഈ ബോർഡർ കുറച്ച് കൂടുതൽ വേണം തോന്നുന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതേപോലെ അതിനെയും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എവിടെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഫ് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്താണ് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 സ്ലീവിനും കൂടിയിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരേണ്ടത്. ഇതേപോലെയാണ് വരിക. താഴത്ത് ഇതേപോലെ ബോർഡർ വരും, മേലെ പഫ് വരും. ഇനി ഇത് ഇത്രയും വീതി നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സംഭവത്തിൻ്റെ വീതി നമുക്ക് കുറയ്ക്കണം. നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്തുള്ള എത്രയാണ് അവിടെ നമ്മുടെ കൈയുടെ സൈസ്, അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 എണ്ണം ആക്കണമല്ലോ, സെപ്പറേറ്റ് ആക്കണമല്ലോ 2 കൈക്ക്. അപ്പോൾ ഇതേപോലെ വെച്ച് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ എത്രയാണോ സ്ലീവിൻ്റെ എൻഡ് വരുന്നത് ആ ഒരു അളവാണ് ഇവിടെ മാർക്ക് ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് ഒരു ബ്ലൗസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അതിലൊരു ഡൗട്ട് വരണ്ട. ഇവിടുത്തെ വീതി എത്രയാണെന്നുള്ളത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്ലൗസ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് എത്രയാണോ വീതി വരുന്നത് അതെടുക്കുക, അതിൻ്റെ മേളിൽ എത്രയാണോ വീതി വരുന്നത് അതും എടുക്കുക. അങ്ങനെ 2 അളവേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യുക, അറ്റത്ത് 6 ആണ് 6, 7 ആണ് 7, ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്യും. ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ എന്തായാലും മാർക്ക് ചെയ്യും. അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കൊടുക്കുക. ഇവിടെയും ഇതാണ് നമ്മുടെ അളവ് വരുന്നത്. ബാക്കി
തയ്യൽ തുമ്പിന് നമുക്ക് സൈഡിലെടുക്കാം. ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയുക. ഇത്രയും വീതി വേണ്ട, അതുകൊണ്ട് കട്ട് ചെയ്ത് കളയുക. ഉണ്ടാ, അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡ് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ആദ്യം നമുക്ക് എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു സംഭവം നമ്മളവിടെ ടിക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ഈ ഒരു മേലെയുള്ള പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട്, താഴത്തെ സ്ട്രെയിറ്റ് വരുന്ന ഭാഗമാണ് വെക്കേണ്ടത്, കൊണ്ട് മാറിപ്പോരുത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സംഭവമാണ് നമുക്ക് താഴത്ത് വരേണ്ടത്. അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരാം. എന്നിട്ട് ഫുള്ളായിട്ടല്ല, ആ ഒരു സെൻറ്ററിൽ എത്തുമ്പോഴത്തേനും നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം. ജസ്റ്റ് ഇവിടുന്ന് ആ ഒരു ടിക്കിട്ടത് കറക്റ്റായിട്ട് തന്നെ വെക്കുക. അതിനാണ് ഞാൻ സെൻറ്ററിൽ എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവില്ല. ഇവിടെ ഇങ്ങനെ ഫ്രില്ലിട്ട് വരുവാണ് വരേണ്ടത്. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആ താഴത്തെ ഭാഗം എത്രയാണ്, ഒരു 3-4 അത്രയും ഫ്രില്ല് വരും. കാരണം നമ്മൾ അത്രയും എടുത്തിട്ടുള്ളൂ. വീതി ഒരുപാട് വീതിയുള്ള ക്ലോത്തല്ല നമ്മൾ എടുത്തിട്ടുള്ളത്, വളരെ കുറഞ്ഞിട്ടുള്ള വീതിയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുക. ഞാൻ സ്റ്റാർട്ടിങ് ഇവിടുന്ന് മുതലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെൻട്രലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ അത് ഇവിടുന്ന് മുതലേ അങ്ങ് തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് വരിക. ഒരു 4-5 അത്രയേ കിട്ടിയിട്ടുള്ളൂ. 5 ഫ്രില്ല് വന്നിട്ടുണ്ട്. ഓക്കെ, 5 ഫ്രില്ലാണ് കിട്ടിയത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു അറ്റം വരയ്ക്കും. ഇവിടെയും ഒരു 5 ഫ്രില്ല് വരുന്ന പോലെ ഇങ്ങനെ വെച്ച് ഇവിടത്തേക്ക്. പിന്നെ ഇതിന് ലൈനിങ്ങോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇതേപോലെ വെച്ചിട്ട് വേണേൽ നിങ്ങളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മേലെയുള്ള ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനം കറക്റ്റായിട്ട് ഈ ഫ്രില്ല് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതും ഒന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് മാത്രം അത് പോയിട്ട് നമ്മുടെ ആം ഹോള് ഷോൾഡറിൻ്റെ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പഫ് സ്ലീവ്. ഓക്കെ, സ്ലീവ് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരുപാടില്ല. ഈ അറ്റം വേണേൽ മടക്കി തയ്ക്കാം, പതിച്ച് ചെയ്യണേ പതിച്ചൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ ഇതിന് സെൻറ്ററിൽ മാർക്ക് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, എപ്പോഴും ഒരേ നോർമൽ സ്ലീവ് ഇടുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ട് ഒന്ന് വെറൈറ്റി എന്നല്ല, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊന്ന് ചെയ്തതാണ്. അങ്ങനെ ബ്ലൗസും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ വീഡിയോ വേണേൽ ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, നമുക്കതും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്നാലും എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ നോക്കാം, ബ്ലൗസിൻ്റെ പുതിയ എന്തെങ്കിലും രീതിയിൽ കാണിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ധാവണിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടും ഇതൊക്കെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് വരാം.